സോ എല്ലാവർക്കും അഗൈൻ എ വാം വെൽക്കം ടു ദിസ് ഇവന്റ്. സോ ഈ ഒരു മാസക്കാലത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു കോച്ചിങ് തരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇവന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം എന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ബീയിങ് അബ്രോഡ്, നമ്മൾ വെറുതെ ഒരു കമ്മ്യൂണിറ്റി പേജ് ആയിട്ട് അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏതൊരു കാര്യവും ഈസിലി അറിയാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു കോണ്ടന്റ് പേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് മാത്രമായിരുന്നു. പിന്നീട് നമ്മളിതൊരു സ്റ്റാർട്ടപ്പ് ആക്കി. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് ആയപ്പോൾ തന്നെ നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നിവരുടെയൊക്കെ റെക്കഗ്നേഷൻ ഒക്കെ നമ്മുടെ ഈ ഒരു ഇനിഷ്യേറ്റീവിന് കിട്ടിയിട്ടുണ്ട്. അന്നും ഇന്നും നമ്മുടെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എല്ലാ കാര്യവും ഈസിലി അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഓരോ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈസിലി പറഞ്ഞു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എന്നുള്ളൊരു ഉദ്ദേശം, നമ്മുടെ ഒരു ഗോള് എന്ന് പറയുന്നത് തന്നെ. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് IELTS പഠിക്കാനായിട്ട് നോക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ കുറെ ആളുകൾ IELTS പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഉള്ളൊരു കോച്ചിങ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇവന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവന്റിന് വേണ്ടി നമുക്ക് ആകെ ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ തുടക്കം തൊട്ട് നോക്കിയത്. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം കിട്ടുന്നത്. പേരിന് നമ്മൾ നടത്തുന്ന ഒരു IELTS ഇവന്റ് ആയി പോകരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മനസ്സിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറിയിലൊക്കെ നമ്മൾ പോളൊക്കെ പോയി നമ്മൾ പലരോടും ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ബെസ്റ്റ് IELTS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറച്ച് സജസ്റ്റ് ചെയ്യാമോ? അങ്ങനെ പലരും പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണ് പലരും പറഞ്ഞ ഒരു സജഷൻസിൽ നിന്നാണ് ആംഗ്ലോവേഴ്സ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നത്. അപ്പം ആംഗ്ലോവേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഓൺലൈൻ കോച്ചിങ്ങിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. UAE-ലും നാട്ടിലും പോലെ സ്റ്റുഡൻസിന് ഇവരെ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ആംഗ്ലോവേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ടോട്ടൽ ഓവർ ദിസ് ഓൾ മന്ത് എല്ലാ ക്ലാസ്സസും ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്. ആൻഡ് അവരുടെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് IDP സർട്ടിഫൈഡ് ആണ്. ആൻഡ് ഓൾസോ ഇവർക്ക് എല്ലാ ടീച്ചേഴ്സിനും 8 ബാൻഡ് മേളിൽ ഉള്ളവരും കൂടിയാണ്. സോ എല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുക. ഫ്രീ ആണെന്നോർത്ത് ആരും ഇതിനെ സീരിയസ് ആയിട്ട് കാണാണ്ട് ഇരിക്കരുത്. പ്രോപ്പർ ആയിട്ട് നോട്ട്സ് ഒക്കെ എടുത്ത് പ്രോപ്പർ ആയിട്ട് പഠിച്ച് ഇത് യൂസ്ഫുൾ ആക്കാനായിട്ട്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ്ഫുൾ ആക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ആംഗ്ലോവേഴ്സിന്റെ ഡയറക്ടർ ആയിട്ടുള്ള കിരൺ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ കിരൺ ഇനി ക്ലാസ്സസ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. ആൻഡ് ടീച്ചേഴ്സിന് എങ്ങനെയാണ് ക്ലാസ് ഷെഡ്യൂൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കമിങ് കിരൺ to this event. Thank you so much, Alan. So, good evening, everyone. So, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന 5 ട്യൂട്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കിരൺ തങ്കച്ചൻ. സോ എല്ലാവരും വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ടെന്ന് അറിയാം. സോ ട്രൈ ടു ഫുൾഫിൽ ദോസ് എക്സ്പെക്ടേഷൻസ് ഫ്രം അവർ സൈഡ്. സോ ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് സേ ഗുഡ് ലക്ക്. സോ ഇനി ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ട്യൂട്ടേഴ്സിനെ പരിചയപ്പെടുത്താം. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് ടു മച്ച് ടൈം. വിൽ സ്റ്റാർട്ട് റൈറ്റ് അവേ. സോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് 5 പേരാണ്. ഈ 5 പേര്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് മീ, ഐ ആം കിരൺ തങ്കച്ചൻ ആൻഡ് ഞാൻ എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആണ്. ആലുവ UC കോളേജിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന 5 പേരും IDP സർട്ടിഫൈഡ് ആയിട്ടുള്ള 8 ബാൻഡ് വിന്നേഴ്സ് ആണ്. ദെൻ ദർ ഇസ് ലക്ഷ്മി ഇസ് എ സൈക്കോളജി ഗ്രാജുവേറ്റ്. ലക്ഷ്മി മെയിൻലി എടുക്കാൻ പോകുന്നത് റൈറ്റിംഗിന്റെയും റീഡിംഗിന്റെയും ക്ലാസ്സുകളായിരിക്കും. ആൻഡ് ഇന്നത്തെ ട്യൂട്ടർ ലക്ഷ്മിയാണ്. ദെൻ ദർ ഇസ് ജെന്നിഫർ MSW ഫ്രം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് ലിസണിങ്ങിന്റെ മെയിൻ ആയിട്ട് കോച്ചിങ് തരുന്നത് ജെന്നിഫർ ആയിരിക്കും. നാളെ തൊട്ടായിരിക്കും ജെന്നിഫറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ കല്യാണി വിൽ ടേക്ക് ചാർജ് ഓഫ് സ്പീക്കിംഗ്. കല്യാണി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണ്. ആൻഡ് താര ഇസ് മെയിൻലി ദ മോഡറേറ്റർ. ആൻഡ് താര ആയിരിക്കും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ബേസിക്കലി ദ തിങ് അബൌട്ട് ട്യൂട്ടേഴ്സ്. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ടൈം ഉണ്ടാവും. ആൻഡ് ഇനിയുള്ളൊരു 1 മാസം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. സോ അങ്ങനെ. സോ ഇതിനോടൊപ്പം തന്നെ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ഷെഡ്യൂൾ ഓഫ് ക്ലാസ് ആൻഡ് സ്റ്റഫ്. അതായത് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫോ ഉണ്ട്. ബിക്കോസ് ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ആദ്യമേ തന്നെ 4 മൊഡ്യൂൾസും ഈ 1 മന്തിൽ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഈ സമയത്ത് 9 PM തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ. ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിങ്ക് തന്നെയാണ് എവറി ഡേ യൂസ് ചെയ്യുന്നത്. ഓൾസോ യൂട്യൂബിൽ സ്ട്രീമിംഗ് അവൈലബിൾ ആണ്, ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു നോർമൽ ക്ലാസ് പോലെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എവറി ഡേ സ്റ്റഡി നോട്ട്സും ഹോംവർക്സും അവൈലബിൾ ആയിരിക്കും. സോ ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങളുടെ കറസ്പോണ്ടിങ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അല്ലാതെ ഡ്രൈവ് ലിങ്ക് ആയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾസോ ജസ്റ്റ് ഇൻ കേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോണ്ട് ഹാവ് ദ റെക്കോർഡിങ്സ്. ഓക്കെ,
ആൻഡ് ഈ പറഞ്ഞ പോലെ മാക്സിമം ഇമ്പാക്റ്റീവ് ആയാലാണ് IELTS-ന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് പോസിബിൾ ആവുള്ളൂ. സോ Q&A എവറി ഡേ ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് 10 മിനിറ്റ്സ് അതിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലിങ്ക് റിസീവ് ചെയ്യും. ആ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് എവറി ക്ലാസ്സിൽ അവസാനം നമുക്ക് അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ബേസിക്കലി അബൌട്ട് സ്റ്റഫ്. സോ ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അവിടെ എഴുതാൻ പറ്റും. ആൻഡ് ക്ലാസിന്റെ അവസാനം ലക്ഷ്മി അല്ലെങ്കിൽ ബാക്കിയുള്ള ട്യൂട്ടേഴ്സും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ 2-3 ദിവസം നമുക്ക് ബേസിക്സ് പഠിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ടാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിലായാലും അല്ലാതെയും നിങ്ങൾക്ക് ചോദിക്കാം. മാക്സിമം ഇപ്പൊ 1000 പേരുണ്ട്, ഏകദേശം 9 ഗ്രൂപ്പുകളായിട്ട്. സോ എത്രത്തോളം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ലൈവായിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ എല്ലാവർക്കും ഉണ്ടാവും. So I'd like to wish good luck to all of you, and I would like to invite Lakshmi, and she'll take over from now. Good luck, guys. Hi guys. I hope I'm audible. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ തരാമോ? തംസ് അപ്പോ? Okay, Ashwin reply ചെയ്തു. Maria. Okay, so many people are replying. Awesome. ഓക്കെ, സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് IELTS-ന്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുമോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയണേ. കാണാമോ എന്റെ സ്ക്രീൻ? ചാറ്റിൽ വിടാമേ. യെസ് ഓർ നോ, ദാറ്റ് വർക്ക്സ്. Please speak in English. I am weak at Malayalam. അയ്യോടാ, ബാക്കി എല്ലാവർക്കും ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ they might not understand. ഞാൻ മാക്സിമം മിക്സ് ചെയ്തിട്ട് പറയാമേ മറിയ. സോ എന്തെങ്കിലും മനസ്സിലായാലും we can ask me at the end. Okay? Awesome. Okay, എല്ലാവരും താങ്ക് യു ഫോർ റെസ്പോണ്ടിങ് ഗൈസ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടാം. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അമ്മല ചിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ നിങ്ങളുടെ പേര് എന്നാണ്, വീട് എവിടെയാണ്, ആൻഡ് എങ്ങോട്ടാണ് നിങ്ങൾ പോവാൻ നോക്കുന്നത് എന്നുള്ള കാര്യം, സ്കോർ എത്രയാ വേണ്ടെന്നുള്ളത് അറിയാമെങ്കിൽ അതെല്ലാം കൂടി ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ചാറ്റിൽ ഇടാമോ? നിങ്ങൾക്ക് വേണ്ട സ്കോർ, എങ്ങോട്ടാണ് പോവാൻ നോക്കുന്നത്, നാട്ടിൽ വീട് എവിടെയാന്നുള്ളത് പറയാൻ താല്പര്യമുണ്ട്. യു കെൻ സേ ദാറ്റ് ആസ് വെൽ. അപ്പൊ അതൊന്ന് പറയാമോ എല്ലാവരും? പാലക്കാട്, ജർമ്മനി പോവാ. കൂൾ, ഫൈൻ. കാനഡ പോവാൻ നോക്കുക. 6.5 വേണം കാനഡ പോവാൻ. കൂൾ. ഓക്കെ, ആരെങ്കിലും ഓസ്ട്രേലിയ പോകുന്നുണ്ടോ? കാനഡ പോകുന്നുണ്ട്, അയർലൻഡ്. സൗണ്ട്സ് ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താ സ്റ്റുഡൻസ് ആയിട്ടാണോ പോകുന്നത്? അക്കാഡമിക് ആണോ അതോ ജനറൽ ആണോ എഴുതുന്നത്? തൃശ്ശൂരൊന്നും ഉണ്ട്. സോണി. ഓ, ഗൗരി ഓസ്ട്രേലിയയിലേക്കാ പോകുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ എല്ലാവർക്കും ഒരു 6.5 അല്ലെ 7 അല്ലെ ബാൻഡ് വേണ്ടത്. Cool. Appu is from Pathanamthitta. I'm also from Pathanamthitta. Okay, pa. Let me introduce myself. My name is Lakshmi. Kiran പറഞ്ഞതുപോലെ ഞാൻ സൈക്കോളജി ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് IELTS-ന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വീട് പത്തനംതിട്ടയാണ്. ആൻഡ് ഇപ്പൊ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഓസ്ട്രേലിയയിലേക്കുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറെ നാളായിട്ട് എന്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കുക. എനിവേസ്, സോ ഇന്ന് നിങ്ങൾ ക്ലാസ് ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ വെക്കണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പം ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലാസ്റ്റ് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓസ്ട്രേലിയയിൽ ദിവ്യം പോകുന്നുണ്ട് അല്ലേ? ഫൺ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് റെസ്പോണ്ട് ചെയ്യുമോ? IELTS പഠിക്കാൻ റെഡി ആണോ? ഓക്കെ, IELTS പഠിക്കാൻ എല്ലാവരും റെഡിയാണ്. ഓസം. ഓക്കെ, സോ IELTS എന്താണ്? IELTS ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്, റൈറ്റ്? സോ ഈ ടെസ്റ്റിനകത്ത് നിങ്ങളുടെ ബുദ്ധി, ബോധം, വിവരം, പേഴ്സണാലിറ്റി ഇങ്ങനത്തെ ഒരു സാധനവും നോക്കുന്നില്ല. ആകെ IELTS എന്ന് പറഞ്ഞ ടെസ്റ്റിന് മെഷർ ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും വായിക്കാനും എഴുതാനും മനസ്സിലാവുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമേ IELTS എന്ന് പറഞ്ഞ ടെസ്റ്റ് അവർ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ടെസ്റ്റ് ആണ് അക്കാഡമിക്കിനകത്തുള്ളത്. അക്കാഡമിക് അല്ല, IELTS-നകത്തുള്ളത്. അക്കാഡമിക്കും ജനറലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അക്കാഡമിക്കും ജനറലും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, ആൾക്കാർ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, കുറെ ആൾക്കാർ അക്കാഡമിക് ആണ്, സ്റ്റുഡന്റ് ആയിട്ട് പോകാനാണ്. ഓസം, ഫിൻലൻഡിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൂൾ.
അക്കാഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പഠിക്കാൻ പോകുമ്പോൾ എഴുതുന്ന ടെസ്റ്റ് ആണ്. ആൻഡ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എഴുതുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് IELTSന്റെ ബേസിക് 2 ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഇതല്ലാതെ എക്സ്പെൻസീവ് ആണ് മാം ഓസ്ട്രേലിയ. ശരിയാടാ, ഓസ്ട്രേലിയ നല്ല എക്സ്പെൻസീവ്, കിഡ്നി വിറ്റിട്ടാണ് ഞാൻ പോകുന്നത്. എനിവേസ്, ഇതല്ലാതെ വേറെ 2 ഡിവിഷൻ ഉണ്ട് IELTSന്റെ ടെസ്റ്റിനകത്ത്. കമ്പ്യൂട്ടർ ഡെലിവേർഡും പെൻ ആൻഡ് പേപ്പറും. ഇത് കേട്ടിട്ടുണ്ടോ? അറിയില്ല. ഓക്കെ, കമ്പ്യൂട്ടർ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ IELTS എഴുതി എന്ന് പറയുന്ന മിക്ക ആൾക്കാരും ഈ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അതിനകത്ത് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ കൂടെ തന്നെ ഒരു ആൻസർ ഷീറ്റും കാണും. ഓക്കെ, സോ അപ്പൊ ആ ആൻസർ ഷീറ്റിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതി കൊടുക്കുന്നതാണ് ഈ പെൻ ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞ ടെസ്റ്റ്. ഓക്കെ, അതല്ലാതെ കമ്പ്യൂട്ടർ ഡെലിവേർഡ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലായിരിക്കും. പിന്നെ നിങ്ങൾ ആൻസർ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് കമ്പ്യൂട്ടർ ഡെലിവേർഡും പെൻ ആൻഡ് പേപ്പറും. ഇതിൽ ഏതെങ്കിലും ഒരു മോഡ് എടുത്ത് നിങ്ങൾക്ക് ടെസ്റ്റിന്റെ ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോഴേ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. കുറച്ച് ദിവസം ട്രെയിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ ചെയ്തതിനു ശേഷം ഏത് ടൈപ്പ് ടെസ്റ്റ് വേണോ എന്നുള്ളത് പതിയെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് ഡിഫിക്കൽട്ടി എല്ലാം സെയിം ആ. ആകെ റിസൾട്ട് വരുന്നതിന്റെ ഒരു ഡുവലിംഗോ അല്ലേ ബെറ്റർ, അറിയില്ലാടാ, ഞാൻ ഡുവലിംഗോയുടെ ടെസ്റ്റ് എടുത്തിട്ടില്ല. ബട്ട് IELTS റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ലുക്ക് ഇൻടു ഇറ്റ്. ഓക്കെ, എനിവേസ്, അപ്പം എന്തുവാ, ഈ റിസൾട്ട് വരുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ അല്ലെ എത്ര ഡേയ്സ് എടുക്കും എന്നുള്ളത് മാത്രമുള്ള ഡിഫറൻസ് കമ്പ്യൂട്ടർ ഡെലിവേർഡും പെൻ ആൻഡ് പേപ്പറിനകത്തും. അപ്പം എന്തുവാ, കമ്പ്യൂട്ടർ ഡെലിവേർഡിൽ കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് വരും, ഒരു 2 to 3 ഡേയ്സിൽ വരും. വേറെ പെൻ ആൻഡ് പേപ്പർ ആണ് 2 weeks വരെ എടുക്കും. ഇതാണ് കമ്പ്യൂട്ടർ ഡെലിവേർഡും പെൻ ആൻഡ് പേപ്പറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായോ? കത്തിയെങ്കിൽ ഒരു തംസപ്പ് തരുമോ? ഓക്കെ, ഫൈൻ. സോ ഇപ്പോഴേ നിങ്ങൾ അതിനെ കുറിച്ച് ഫോർ എനി ടെസ്റ്റ് ഇംഗ്ലീഷ് മസ്റ്റ്. യെസ്, ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. ഓക്കെ, ഐ ഗസ് എല്ലാവർക്കും മനസ്സിലായി. ഓസം. അപ്പൊ ഇതാണ് നമ്മുടെ 2 ടൈപ്സ് ഓഫ് IELTSന്റെ ഫീ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഡൗട്ടുകൾ ലാസ്റ്റ് നോക്കാമേ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഈ IELTS എന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ബാൻഡ് വേണം എന്നുള്ളത് ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞു 6.5, 7 അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, റൈറ്റ്? അപ്പൊ ഈ ബാൻഡ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ 4 ടെസ്റ്റുകളുണ്ട്. ഈ 4 ടെസ്റ്റുകൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിന് എല്ലാത്തിനും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്കോർ കിട്ടും. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എല്ലാത്തിനും ഒരു സ്കോർ കിട്ടും. എന്നിട്ട് അതിന്റെ ആവറേജ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഓവറോൾ എന്ന് പറഞ്ഞ സ്കോർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗിന് എല്ലാത്തിനും നിങ്ങൾക്ക് ഇപ്പൊ 6.5 അല്ലെ 6 ഒക്കെ കിട്ടിയെങ്കിൽ അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഓവറോൾ സ്കോർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ബാൻഡ് എന്ന് പറഞ്ഞു കിട്ടുന്നത്. ബാൻഡ് 9 വരെയാണ് ബാൻഡ് എന്തുവാ നിങ്ങളെ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ബാൻഡ്. ആൻഡ് എന്താ നമുക്കപ്പോ ഡീറ്റെയിൽ ആയിട്ട് എന്തുവാ ഓരോ ടെസ്റ്റുകളും ഒന്ന് പതിയെ നോക്കി പോവാമേ. ലിസണിങ് വെച്ച് തുടങ്ങിയാലോ? എല്ലാവരും ലിസണിങ് എന്താണെന്ന് അറിയാൻ റെഡി ആണോ? ബാൻഡ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലിസണിങ് എന്ന. ഓക്കെ, ലിസണിങ് ആണ് IELTSനകത്ത് നിങ്ങൾക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ടെസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് എന്തുവാ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓഡിയോ കേൾക്കും. ഓക്കെ, ഈ ഓഡിയോ കേൾക്കുമ്പോൾ അതിനകത്ത് അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചുള്ള ഒരു ഓഡിയോ ആയിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. തുടക്കത്തിൽ ദിൽ ബി ലൈക്ക് എന്തുവാ യു ആർ ലിസ്ണിംഗ് ടു IELTS ലിസ്ണിംഗ് ടെസ്റ്റ് എന്നൊക്കെ കഥ പറഞ്ഞിട്ടായിരിക്കും അവര് തുടങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് അവർ പറയും നൗ യു ഹാവ് 30 seconds ടു റീഡ് ക്വസ്റ്റ്യൻ 1 to 5 അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പൊ നമുക്ക് 30 seconds ഒക്കെ കിട്ടും 1 to 5 questions അല്ലെ 1 to 7 questions റീഡ് ചെയ്യാൻ. ഓക്കെ, അത് റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തുവാ അവർ നിങ്ങളെ ഒരു കോൺവെർസേഷൻ കേൾപ്പിക്കും. 1 or 2 അല്ലെ 3 ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഓഡിയോ നമ്മൾ കേൾക്കും. ഓക്കെ, അതിനകത്ത് അവർ ചിലപ്പം കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നത് അല്ലെ എന്തെങ്കിലും ട്രിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുന്ന സമയത്ത് എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് നമുക്ക് മനസ്സിലായി കാണും. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലായതിനു ശേഷം ആ ഓഡിയോ കേൾക്കുമ്പോൾ അതിനകത്തും നമ്മൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള സാധനത്തിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഞാനിപ്പോ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ അതിൽ നിന്ന് ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ അത്രയും ടൈം കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ. ബിക്കോസ് നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് ക്വസ്റ്റ്യൻ ഓഡിയോയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യണേ. You will hear part of a lecture on organic farming. First, you have some time to look at questions 31 to 40.
Now, listen carefully and answer questions 31 to 40. Hi everyone. What I'm going to talk about today is organic farming. Let's first look at what organic farming is. It can be defined as one or more systems of production which don't use synthetic fertilizers, man-made pesticides, herbicides, antibiotics, or livestock feed additives to grow crops and raise animals. Okay, so കുറെ ആൾക്കാര് 2 ആൻസർ എന്ന് പറയുന്നുണ്ട് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് അല്ലെ. കൂൾ. അപ്പൊ അതാണ് ആൻസർ. ഗുഡ് ജോബ് ഗൈസ്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഓരോന്നിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അതിനകത്ത് അവർ പറഞ്ഞു പോകും. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിക്കേണ്ട കാര്യം അവർ പറഞ്ഞു പോകും. അത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. എന്നിട്ട് 2 എങ്കിൽ 2 അല്ലെ ഓപ്ഷൻ ബി ആണെങ്കിൽ ബി എന്നുള്ളത് നമ്മൾ എഴുതി വെക്കും. ഓക്കെ, ഫുൾ വേർഡോട്ട് എടുത്ത് എഴുതണമെങ്കിൽ സ്പെല്ലിംഗ് തെറ്റാതെ നമ്മൾ വേർഡ് എഴുതി വെക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ലിസ്ണിംഗ് ടു ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡലിലായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ടെസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് നോക്കാം ഇപ്പൊ. ഓക്കെ, നിങ്ങളുടെ ഈ ലിസണിംഗിന്റെ ടെസ്റ്റ് 30 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ആണ്. ഈ 30 മിനിറ്റ്സിന്റെ ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് 10 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടും ഫോർ വാട്ട്, നിങ്ങൾക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ആക്ച്വൽ ടെസ്റ്റ് 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ 30 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്? 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, 4 സെക്ഷൻസിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇൻ ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ബാൻഡ് 6.5, ബാൻഡ് 7 ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ലിസണിങ്ങിന് ഒരു ബാൻഡ് 7 വേണമെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ട സ്കോർ എത്രയാ? 30 ഔട്ട് ഓഫ് 40 അല്ലെ എബവ് വാങ്ങിയാലാണ് ബാൻഡ് 7 കിട്ടുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഒരു 6.5 മതിയെങ്കിൽ 27 ഔട്ട് ഓഫ് 40, അല്ലെ 6 ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 23 ഔട്ട് ഓഫ് 40. ഇങ്ങനെ ഓരോ സ്കോർസ് ആണ് നിങ്ങൾ കിട്ടാൻ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് കിട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നത്. 27 കറക്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ബാൻഡ് 6.5 കിട്ടും. ഓക്കെ, അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റിന്റെ ആൻസർ തെറ്റിപ്പോവാന്ന് വിചാരിച്ചോ, സ്പെല്ലിംഗ് തെറ്റിപ്പോയി, അങ്ങനത്തെ എന്തെങ്കിലും കേസസിൽ ആൻസേഴ്സ് തെറ്റിപ്പോവാണ്, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ആ ക്വസ്റ്റ്യൻ തെറ്റത്തേ ഉള്ളൂ. ബാക്കി കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ തെറ്റിയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മാക്സിമം നിങ്ങൾ ചെയ്ത് പോകാൻ നോക്കും, മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കും. അത്രയും മാത്രം ചെയ്താൽ മതി. തെറ്റിപ്പോയാൽ നത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ, പിന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓഡിയോ അഫ്കോഴ്സ് എന്നെ പോലെ സംസാരിക്കുന്ന ഒരാളായിരിക്കത്തില്ല. റൈറ്റ്, നമ്മളിപ്പോ ഇന്ത്യൻ ആക്സെന്റ് ഉള്ളവരാണ് മിക്ക ആൾക്കാരും. സോ എന്നെ പോലെയോ അല്ലെ നിങ്ങളെ പോലെ സംസാരിക്കുന്ന ഒരാളുടെ ഓഡിയോ അല്ലായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ അല്ലെ കനേഡിയൻ ആക്സെന്റ് ഉള്ള ആൾക്കാരുടെ സംസാരമായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, നമ്മളെ കേൾപ്പിക്കുന്നത് എന്താ? അവിടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നത് മനസ്സിലാവണ്ടേ? അതിനും കൂടെ വേണ്ടിയാണ്, എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുള്ളത് അറിയാൻ കൂടി വേണ്ടിയാണ് അങ്ങനത്തെ ഓഡിയോസ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോ നിങ്ങൾ ഈ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവത്തൊന്നും ഇല്ലായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസസിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ 2 പ്രാവശ്യം കേട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷെ ആക്ച്വൽ ടെസ്റ്റിന് പോകുമ്പോൾ ഓഡിയോ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് കേൾപ്പിക്കത്തുള്ളൂ. പോസ് അടിക്കാൻ പറ്റത്തില്ല, റീപ്ലേ ഇല്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആദ്യം ആ ആക്സെന്റ് ഒന്ന് മനസ്സിലാവുന്നതിന് വരെ റീപ്ലേ ഒക്കെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ടും അവർ പറയുന്ന ക്യാച്ച് ആവുന്നില്ലെങ്കിൽ ഈ ന്യൂസ് ചാനൽസ് ഒക്കെ ഉണ്ട്, ബ്രിട്ടീഷ് ന്യൂസ് ചാനൽസ്, ഓസ്ട്രേലിയൻ ന്യൂസ് ചാനൽസ്, ഇങ്ങനത്തെ ഓരോ ന്യൂസ് ചാനലുകളുണ്ട്, അല്ലെ ഡോക്യുമെന്ററി ചാനൽസ്, ഇങ്ങനത്തെ എന്തെങ്കിലും യൂട്യൂബ് ചാനൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ അവർ പറയുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അവർ പറയുന്ന ആക്സെന്റ് ഫെമിലിയർ ആവും, അവർ പറയുന്ന വേർഡ്സ് നിങ്ങൾക്ക് പതിയെ മനസ്സിലായി തുടങ്ങും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അവര് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും ലിസണിങ്ങിന്റെ ടെസ്റ്റിന്റെ ഫോർമാറ്റ് ഒന്ന് വേഗമായിട്ട് മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? അമലയ്ക്ക് മനസ്സിലായി, ഫാത്തിമയ്ക്ക് മനസ്സിലായി. ഓക്കെ, ശ്രീലക്ഷ്മി, a lot of people got it. Good. Okay guys, thank you for responding. Let's move on. എന്നാ നെക്സ്റ്റ് ടെസ്റ്റ് ആണ് റീഡിംഗ് എന്ന് പറഞ്ഞ സാധനം. റീഡിംഗ് എന്നാ നമുക്ക് നോക്കാമേ. ഓക്കെ, റീഡിങ്ങിനകത്ത് ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് റിമെമ്പർ, നിങ്ങൾ ഇപ്പൊ 10th പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ ആർട്ടിക്കിൾ പോലെ ഇംഗ്ലീഷിനകത്തും ഹിന്ദിക്കകത്തൊക്കെ തരുമായിരുന്നു. എന്നിട്ട് അതിനകത്ത് കുറച്ച് ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരിക്കും അടിയിൽ. ഓക്കെ, കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതായിരുന്നു നമുക്ക് തരുന്ന ടാസ്ക്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ വായിക്കുന്നു, ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നു, അങ്ങനത്തെ സാധനങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഈ ചാറ്റിൽ ഒരു യെസ് ഇടാമോ? ഓക്കെ, തംസ് അപ്പ് തരുന്നുണ്ട്. ഓക്കെ, ഐ എം ഗെസ്സിങ് യു ഗൈസ് നോ ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് IELTSന്റെ റീഡിംഗ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻഷൻ, ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. പാസേജിൽ നിന്ന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഉണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് എ സാമ്പിൾ.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് IELTSന്റെ ഒരു റിയൽ ടെസ്റ്റ് എടുത്ത ഒരു പാസേജാ. സോ ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാമോ? അല്ലെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഈ പാസേജിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാമോ? കിട്ടിയതിന് ശേഷം വിൽ ഡിസ്കസ് എങ്ങനെയാണ് അത് ആൻസർ ആയെന്ന്. ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ ചാറ്റിൽ പതിയെ ഇട്ടാൽ മതി കേട്ടോ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് യുവർ ഫസ്റ്റ് ഡേ, ഡോണ്ട് വറി. കിട്ടിയോ? നരഞ്ജൻ, യെസ്, ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ, ഓസം. ഓക്കെ, എങ്ങനെയാണ് നരഞ്ജൻ എന്ന് പറഞ്ഞത് ആൻസർ ആയത്? ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്നത് എന്തുവാ? ദ റീസൺ വൈ ഗ്രേപ്പ് ഫ്രൂട്ട് ടേസ്റ്റ് ബിറ്റർ ഇസ് ബിക്കോസ് ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ആ സബ്സ്റ്റൻസ് ആണ് നമ്മൾ തപ്പേണ്ടത് അല്ലേ? ഗ്രേറ്റ്, കുറെ ആൾക്കാർക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ് ഗൈസ്, ഗുഡ് ജോബ്. ഓക്കെ, അപ്പൊ ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മളോട് തപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ സബ്സ്റ്റൻസിന് വേണം നമ്മൾ ആ പാസേജ് തപ്പാൻ. സബ്സ്റ്റൻസിന്റെ സെയിം മീനിങ് ഉള്ള ഒരു വാക്കാണ് കെമിക്കൽ കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞ വാക്ക് അല്ലെ? പിന്നെ ഈ സബ്സ്റ്റൻസിന് ബിറ്റർ ടേസ്റ്റ് ആണ് ഉള്ളതെന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാസേജിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ബിറ്റർ കോമ്പൗണ്ട്, ഈ കെമിക്കൽ കോമ്പൗണ്ട് കാരണമാണ് ബിറ്റർ ടേസ്റ്റ് വരുന്നത് അല്ലെ? സോ അപ്പൊ എന്തുവാ, ആ കോമ്പൗണ്ടിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്? നരഞ്ജൻ. ഓക്കെ, അത് അതേപോലെ നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റാതെ അവിടെ അടുത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഫുള്ളി തെറ്റായിട്ട് അവർ എഴുതും. ഓക്കെ, ഒരു ദേ ഇല്ലാത്ത മനുഷ്യരാണ്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് എടുത്ത് എഴുതണം. ഓക്കെ, മിക്ക ആൾക്കാർ സ്പെല്ലിംഗ് എടുത്ത് എഴുതുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ഓക്കെ, പിന്നെ വേറെ തന്നെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റീഡിങ്ങിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ എല്ലാവർക്കും റീഡിങ് ആൻസർ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ഓക്കെ, ഫൈൻ. നമുക്ക് സ്ട്രക്ചർ നോക്കാം എന്നാ. ഓക്കെ, റീഡിംഗ് എന്ന് പറഞ്ഞത് ഒരു 1 അവറിന്റെ ടെസ്റ്റ് ആണ്. ഈ 1 അവറിന്റെ ടെസ്റ്റ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 3 പാസേജുകളാണ്. ഓക്കെ, ഈ 3 പാസേജും 20 മിനിറ്റ്സ് ഈച്ച് ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. 20 ടോട്ടൽ 1 അവറാണ് നിങ്ങളുടെ ടെസ്റ്റിന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റീഡിംഗ് എന്ന് പറഞ്ഞ സാധനത്തിൽ അക്കാഡമിക്കും ജനറലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അക്കാഡമിക്കുകാർക്ക് റീഡിംഗ് കുറച്ചും കൂടെ ഹാർഡർ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ ലോങ്ങർ പാസേജസ് ആണ്, പിന്നെ കുറച്ചും കൂടെ കട്ടിയുള്ള വാക്കുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്, ബിക്കോസ് നിങ്ങൾ പഠിക്കാൻ പോകുന്നവരായതുണ്ട്. ഓക്കെ, ബട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനറലുകാരെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കുറവ് സ്കോർ മതി ഒരു ബാൻഡ് 7 ഒക്കെ കിട്ടാൻ. ഓക്കെ, നിങ്ങൾ ആ ടേബിൾ നോക്കിയാൽ യു പ്രോബബ്ലി നോട്ടിസ്ഡ് നിങ്ങൾക്ക് ഒരു ബാൻഡ് 7 ആ വേണ്ടതെങ്കിൽ 30 എന്ന് പറഞ്ഞാണ് ഔട്ട് ഓഫ് 40 നിങ്ങൾ 30 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയ ബാൻഡ് 7 കിട്ടും. ഓക്കെ, നേരത്തെ പോലെ തന്നെ എന്താ 27 ഔട്ട് ഓഫ് 40 വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാ 6.5 എന്ന് പറഞ്ഞ സ്കോർ കിട്ടും. റൈറ്റ്, ബട്ട് ജനറലുകാർക്ക് ഓൺ ദി അതർ ഹാൻഡ് 32 വാങ്ങിച്ചാലേ 6.5 കിട്ടത്തുള്ളൂ, ആൻഡ് 34 വാങ്ങിച്ചാലേ 7 എന്ന് പറഞ്ഞ ബാൻഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ബിക്കോസ് ജനറലുകാരുടെ കുറച്ചും കൂടി സിംപിളർ ആയതുകൊണ്ട്, ആൻഡ് 34 ആയതുകൊണ്ട് കിട്ടത്തില്ലാത്തൊരു സ്കോർ ആണ്, ഞാൻ എന്ത് ചെയ്യും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്തായാലും കിട്ടും. വൺ ഗുഡ് തിങ് അബൌട്ട് ലിസണിങ് ആൻഡ് റീഡിങ് നിങ്ങൾ എല്ലാ ദിവസവും ഒരെണ്ണം വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ് നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ വാങ്ങാൻ പറ്റും. ഓക്കെ, എപ്പോഴും ഇംഗ്ലീഷിൽ ഭയങ്കര എന്തുവാ ഉള്ളവരല്ല നല്ല രീതിയിൽ ഭയങ്കര സ്കോർ വാങ്ങുന്നത്. മിക്ക സമയം ലിസണിങ്ങിനും റീഡിങ്ങിനും ഒക്കെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ അല്ലെ കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്കാണ് നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ റീഡിങ്ങും ലിസണിങ്ങും എല്ലാ ദിവസവും ഒരെണ്ണം വെച്ച് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഒരു ഗോൾ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കോർ 1 മന്തോ അല്ലെ 2 months ഓഫ് ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ റീഡിങ്ങിനകത്ത് വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെ ലൈക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പതിയെ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോഴും ഞാൻ പറഞ്ഞു ചളവാക്കില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് IELTSന്റെ റീഡിങ്ങിന്റെ ടെസ്റ്റ് വരാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, കൂൾ, ഫൈൻ. അപ്പൊ റീഡിങ്ങും ലിസണിങ്ങും നമ്മൾ കൈൻഡ് ഓഫ് കവർ ചെയ്തു. നമുക്ക് ഇനിയും റൈറ്റിംഗിലേക്ക് കടക്കാം. റൈറ്റിംഗ് ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? റൈറ്റിംഗ് ഇഷ്ടമാണോ ഗൈസ്? റൈറ്റിംഗ് ഇഷ്ടമാണ്, ഗ്രേറ്റ്. ഓക്കെ, റൈറ്റിംഗ് ഇഷ്ടമല്ല, ഓക്കെ റൈറ്റിംഗ് ഇഷ്ടമല്ല, ഗ്രേറ്റ്. ഞാൻ ഫുൾ സപ്പോർട്ടാ. ഇഷ്ടമല്ലെങ്കിലും ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. ഓക്കെ ഓക്കെ, കൂൾ. ലെറ്റ്സ് മൂവ് ഓൺ. എന്നാ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ടെസ്റ്റ് എങ്ങനെയാന്നുള്ളത് നമുക്ക് പതിയെ നോക്കാമേ. റൈറ്റിംഗും ജസ്റ്റ് ലൈക്ക് റീഡിങ് ഒരു 1 അവറിന്റെ ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ
ആരൊക്കെ കരയുന്നുണ്ടല്ലോ. എല്ലാം ശരിയാവും, ഡോണ്ട് വറി. ഓക്കെ ബാ. 1 hour ടെസ്റ്റ് ആണ് റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇതിനകത്തും അക്കാഡമിക് ജെൻഡർ. ശ്രീലക്ഷ്മി കരയോ? സാരമില്ലാടാ, എല്ലാം ശരിയാവും. ഓക്കെ ഫൈൻ. എന്തുവാ 1 hour ടെസ്റ്റ് ലൈക്ക് ഈ റൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം. ഇതിനകത്ത് അക്കാഡമിക്കും ജനറലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ അക്കാഡമിക്കിനകത്ത് ടാസ്ക് 1 മെയിൻ ഡിഫറൻസ് വരുന്നത്. ഓക്കെ ടാസ്ക് 2 എല്ലാവർക്കും സെയിം ആണ്. ഇത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ നമ്മുടെ ചാറ്റ് ബോക്സ് ഇപ്പൊ ഒരു എന്തുവാ കൂട്ടക്കരച്ചിലിന്റെ ഒരു അവസ്ഥയല്ലേ റൈറ്റിംഗിന്റെ കാര്യത്തിൽ. ഇതുവരെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, തംസ് അപ്പ്, ഫയർ, എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പൊ എല്ലാവരും കരച്ചില്ലേ. ഓക്കെ വാ. എനിവേസ് അപ്പൊ എന്തുവായിരുന്നു ഞാൻ പറഞ്ഞോട്ടെ. ടാസ്ക് 1 എന്താന്നുള്ളത് നോക്കാം. ടാസ്ക് 1 ഈ 1 hour ടെസ്റ്റിന്റെ 20 minutes നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ് ഈ ടാസ്ക് 1 എന്ന് പറഞ്ഞ സാധനം. ഓക്കെ ടാസ്ക് 1 നിങ്ങൾ 20 minutes എടുത്ത് എഴുതണം. ടോട്ടൽ 150 words ആണ് നിങ്ങൾ ടാസ്ക് 1 എഴുതേണ്ടത്. 150 അതിന്റെ അതിൽ കൂടുതൽ എഴുതണം. ഓക്കെ പിന്നെ ഇതിന് വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാ. 2 ടാസ്ക് വെച്ച് നോക്കുവാണെങ്കിൽ 33% മാത്രമേ ഉള്ളൂ ഈ ടാസ്ക് 1 വെയിറ്റേജ്. ഓക്കെ ഇത് അക്കാഡമിക്കാർക്കും ജനറൽക്കാർക്കും ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആണ്. ലെറ്റ് സി ഹൗ ഇറ്റ്സ് ഡിഫറെന്റ്. അക്കാഡമിക്കാർക്ക് ഈ ടാസ്ക് 1 ഒരു റിപ്പോർട്ട് ആയിട്ട്. ഓക്കെ സോ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫോ പൈ ചാർട്ടോ ടേബിളോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ എന്നിട്ട് ആ ടേബിൾ പൈ ചാർട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ എന്തുവാണ് എഴുതേണ്ടത്? അതിനകത്ത് ഹയസ്റ്റ് എന്താണ്, ഹയസ്റ്റ് വാല്യൂ എന്താണ്, ലോവസ്റ്റ് വാല്യൂ എന്താണ്, എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്, എന്താണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആ ഗ്രാഫിൽ നോക്കിയതിന് ശേഷം അതിനകത്ത് മെയിൻ സാധനങ്ങളാണ് നിങ്ങൾ ഈ റിപ്പോർട്ടിനകത്ത് എഴുതേണ്ടത്, ഒരു സമ്മറി പോലെ. ഓക്കെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ കുറയത്തേ ഉള്ളൂ. ഓക്കെ നമ്മൾ എന്തുവാ എഴുതേണ്ടത്? മെയിൻ ആയിട്ടുള്ള ട്രെൻഡുകൾ. ഓക്കെ അങ്ങനെ പറഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, ഏതാണ് ഏറ്റവും കുറവായിട്ടുള്ളത്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. ടാസ്ക് 1 നമ്മൾ ഇനിയും ടാസ്ക് 1ഉം 2ഉം ബോത്ത് ഡീറ്റെയിൽ ആയിട്ട് ഫോർമാറ്റുകൾ നിങ്ങൾക്ക് വരും ക്ലാസ്സുകൾ എടുത്ത് തരും, ഡീറ്റെയിൽ ആയിട്ട് ഫോർമാറ്റ് വെച്ച്. ഓക്കെ സോ ഇപ്പൊ നിങ്ങൾക്ക് അത്രയും കത്തിയില്ലെങ്കിലും ഡോൺ വറി, ഇത് നിങ്ങൾക്ക് ഒരു വേഗ് ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ അപ്പൊ ടാസ്ക് 1 അക്കാഡമിക്കാർ എന്തോ ഒരു റിപ്പോർട്ടാണ് എഴുതുന്നത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ജനറൽ ആൾക്കാർ ഒരു ലെറ്റർ ആണ് എഴുതുന്നത്. ഓക്കെ സോ ഈ ലെറ്റർ എന്ന് പറഞ്ഞ സാധനം 3 ടൈപ്പുകളുണ്ട്. മിക്കവാറും എന്തെങ്കിലും കാര്യത്തിന് അപ്പോളജൈസ് ചെയ്യാനോ റിക്വസ്റ്റ് ചെയ്യാനോ ആപ്ലിക്കേഷൻ എഴുതാനോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ ഒന്ന് ബോസിന്, മാനേജറിന്, ഫ്രണ്ടിന്, ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ ലെറ്റർ സിമ്പിളാ, ഒന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് സിമ്പിളാ. അപ്പം നമുക്ക് എന്തുവാ വരും ക്ലാസ്സുകൾ നോക്കാം. ഇപ്പോഴും നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് ടാസ്ക് 1 ഹാർഡ് ആണെന്ന് വിചാരിച്ചോ, ഓക്കെ ഇൻ കേസ് അത് ഹാർഡ് ആണെങ്കിൽ ഡോൺ വറി, ഇതിന് വെയിറ്റേജ് കുറവാ. സോ ഇപ്പൊ നിങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ സ്കോർ ഇത് കാരണം കുറഞ്ഞു പോകും, ഞാൻ തീർന്നു, എന്റെ കാര്യം പോക്ക എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. യു ഗൈസ് വിൽ ബി ഫൈൻ. ഓക്കെ ഫൈൻ. അപ്പൊ ടാസ്ക് 1 എല്ലാവർക്കും മനസ്സിലായോ? Okay, I'm guessing. Okay, fine. Let's look at task 2. Task 2 നിങ്ങൾക്ക് എന്താണുള്ളത്? നിങ്ങൾ ഒരു എസ് എഴുതണം. സന്തോഷമായോ? എസ് എഴുതാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? പിന്നെ കരച്ചിൽ തുടങ്ങിയല്ലോ എല്ലാവരും. ഓക്കെ നൈസ്. അപ്പൊ എന്താ ഈ എസ് എഴുതേണ്ടത്? ഓക്കെ ഇഷ്ടമല്ല, മനസ്സിലായി. ഓക്കെ അപ്പൊ നമ്മൾ ഈ എസ് എഴുതേണ്ടത് എന്തിനെ കുറിച്ചുള്ളതാന്ന് ഞാൻ പറയാമേ. ഓക്കെ നമ്മൾ എഴുതേണ്ടത് എന്തെങ്കിലും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചായിരിക്കും നമ്മളോട് എസ് എഴുതാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? പൊല്യൂഷൻ, പോപ്പുലേഷൻ കൺട്രോൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും. ഓക്കെ അല്ല നമുക്ക് പരിചയമില്ലാത്ത ഈ ആസ്ട്രോഫിസിക്സ്, റോക്കറ്റ് സയൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരത്തില്ല. ഓക്കെ കാരണം അങ്ങനത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റൂ? ഇല്ലല്ലോ, റൈറ്റ്? എനിക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം ഈ IELTS എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഫീൽഡിൽ നിന്ന് വന്ന് ആൾക്കാർ എഴുതുന്ന ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ അപ്പൊ കോമൺലി എല്ലാവർക്കും അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ടോപ്പിക്കുകളായിരിക്കും ചോദിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് പൊല്യൂഷനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല അല്ലേ? എയർ പൊല്യൂഷൻ അങ്ങനെ വിചാരിച്ചോണ്ടല്ലോ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ലായിരിക്കും. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കും, എന്നിട്ട് പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനും ശ്രമിക്കും. അങ്ങനെ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ എവിടെ ഏത് രാത്രി നിങ്ങളോട് പൊല്യൂഷനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ നമ്മളത് എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എസ്സേസ് എഴുതുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാമേ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാ. ടാസ്ക് 2 നിങ്ങളോട് എസ് എഴുതാൻ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമേ. Nowadays, many people prefer to study or live
in foreign countries. നമ്മളെ കുറിച്ച് ഇത് ചോദിച്ചേക്കുന്നത്. Okay, while studying and living abroad brings many benefits to individuals, it also has a number of disadvantages. Okay, ഇപ്പൊ ഇവര് പറയാ ഇപ്പൊ കുറെ ആൾക്കാർക്ക് പുറത്തു പോകാനാണ് താല്പര്യം, ഇതിന് കുറെ ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലും ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ഇതിന് കുറച്ച് പ്രോബ്ലംസും ഉണ്ടെന്ന് അവര് പറയുന്നത്. റൈറ്റ്. അപ്പൊ ചോദ്യം എന്തോ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീവിങ് യുവർ ഹോം കൺട്രി ടു ലിവ് ഓർ വർക്ക് എബ്രോഡ്. അപ്പൊ ഇവരെന്തോ ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞേക്കുന്ന ഈ എസ്സേ എഴുതാൻ ഈ പുറത്തു പോയി പഠിക്കുന്നതിന്റെ അല്ലെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന എന്തുവാ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കുറ്റമൊക്കെ പറയണം. പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ട് എഴുതാൻ പറ്റും തോന്നുന്നുണ്ടോ? പുറത്തു പോകുന്നുണ്ട് അഡ്വാൻറ്റേജസ് എന്താ? നമുക്ക് കുറച്ചും കൂടെ നല്ല സാലറികൾ കിട്ടും, നല്ലപോലെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അല്ലെ? അതിനൊക്കെ അല്ലേ നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് പറയാം. ഡിസഡ്വാൻറ്റേജസ് എന്ത് പറയാൻ പറ്റും? കൺട്രിക്ക് സ്കിൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത, ഇവിടെ ആ ജോലി ചെയ്യാൻ ആരും കാണത്തില്ല, നമ്മുടെ നാട്ടുകാർ മൊത്തം പുറത്തു പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി വെക്കാം, അല്ലേ? റൈറ്റ്. ഓക്കെ, അപ്പൊ എസ് എഴുതാൻ വേണ്ടി നമ്മൾ അങ്ങ് കുറ്റം പറയണം, പിന്നെ അതിന്റെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ മിക്ക എസ്സേസിനും ഒരു 4 അല്ലെ 5 പാരഗ്രാഫ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 4 അല്ലെ 5 പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഫോർമാറ്റും നിങ്ങൾക്ക് പതിയെ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാ എസ്സേക്കും ഉണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് ഈ എസ്സേ, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ ഈ അവസാനം അങ്ങ് എൻഡ് ചെയ്യുക. റൈറ്റ്. നടുവിൽ എഴുതുന്ന സാധനം ഒരു പാരഗ്രാഫിൽ നമ്മൾ മൊത്തം അഡ്വാൻറ്റേജസ് എഴുതി വെക്കും, ഇതിന്റെ ഗുണങ്ങൾ, പുറത്തു പോയി പഠിക്കുന്നതിന്റെ അല്ലെ ജോലി ചെയ്യുന്നതിന്റെ ഗുണങ്ങളായിരിക്കും ഒരു പാരഗ്രാഫിൽ മൊത്തം നമ്മൾ വെച്ചടിച്ച് എഴുതും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എന്തോ ദോഷങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നല്ലതെല്ലാം പറഞ്ഞ ശേഷം പിന്നെ അങ്ങ് കുറ്റം പറയും. ഇത് പറഞ്ഞ ശേഷം നമ്മൾ അവസാനം എന്ത് പറയും? ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് എസ്സേ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു റഫ് ഫോർമാറ്റ്. ബട്ട് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കുറേയും കൂടെ കോമ്പോണൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത് ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ടാസ്ക് 2 എല്ലാവർക്കും ചെറുതായിട്ട് കത്തിയോ? ഓക്കെ, നൈസ്. ഓക്കെ, ഫൈൻ. അപ്പൊ റൈറ്റിംഗ് ബേസിക്കലി 1 hourന്റെ അത്രേ ഉള്ളൂ ആ ടെസ്റ്റിനകത്ത്. ഇപ്പോഴും ആരൊക്കെ കരയുന്നുണ്ട്. സാരില്ലടാ, എല്ലാം ശരിയാവേ. ഓക്കെ, ബാ. അപ്പൊ ലെറ്റ്സ് ലുക്ക് അറ്റ് സ്പീക്കിംഗ്. ഇതാണ് നമ്മുടെ IELTS-ലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് 20 minutes മാത്രമേ ഉള്ളൂ, സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ഇതാണ് മിക്ക ആൾക്കാർക്ക് നല്ല പേടിയുള്ള സാധനം. നിങ്ങൾക്ക് പേടിയുണ്ടോ സ്പീക്കിംഗ്? ഓ നോ, ഇത് റൈറ്റിങ്ങിനൊക്കെ ശോകമാണല്ലോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ സ്പീക്കിങ്ങിനകത്ത് ബേസിക്കലി എന്തോ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പോയി ഒരു എക്സാമിനറിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എക്സാമിനർ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഒരു ജോബ് ഇന്റർവ്യൂവോ അല്ലെ നിങ്ങള് എന്തുവാ ഒരു നല്ല മനുഷ്യനാണോ അല്ലയോ, ഇവനെ കാനഡയെ വിടണോ ഇല്ലയോ എന്നുള്ള ഒരു സ്ക്രീനിങ് ഒന്നും അല്ല അവിടെ നടക്കുന്നത്. ഓക്കെ, അവർക്ക് ലൈക്ക് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, ബുദ്ധി, വിവരം, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവർക്കൊരു എന്തുവാ ദേ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അവരെന്തോ ഉദ്ദേശിക്കുന്നത്, അവർ ഇപ്പം കാനഡയിൽ പോയി 2 അക്ഷരം നമുക്ക് സംസാരിക്കാൻ അറിയാമോ? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? റൈറ്റ്. ആൻഡ് നിങ്ങൾക്ക് പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇമാജിൻ നിങ്ങൾ തലറിഞ്ഞ് വീണു, ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ അറിയണ്ടേ? ഇല്ലേ ഗൈസ്? അത് ഭയങ്കര ഷോക്കായിരിക്കത്തില്ലേ? സോ അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സ്പീക്കിങ്ങിനകത്ത് നോക്കുന്നത്. എല്ലാവരും ടെൻഷൻ അടിച്ചാൽ കൊളാക്കുന്ന സാധനമാണ്. എന്നാ സായിപ്പ് വരുവോ, എന്ത് സംഭവിക്കും, അവരങ്ങനെ ജഡ്ജ് ചെയ്യുവോ, അങ്ങനെ. പിന്നെ ഞാൻ ഒബാമയെ പോലെ പറയണോ, ശശി തരൂരിനെ പോലെ പറയണോ, അങ്ങനെ ഇല്ല. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് അറിയാം. റൈറ്റ്, നമ്മൾ ഇന്ത്യൻസ് അറിയത്തുള്ളൂ എന്ന കാര്യം അവർക്ക് അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം അസ്. നമ്മളിപ്പം അവിടെ പോയിട്ട് ഒബാമയോ അല്ലെ ലൈക്ക് എന്തുവാ ഏതേലും അമേരിക്കൻ സെലിബ്രിറ്റി ഒന്നും പറയുന്നവരെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ത്യൻസ് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചാൽ മതി. ആൻഡ് ഇതുവരെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഞാൻ ഒബാമയെ പോലെയാ പറയുന്നതെന്ന്? ഐ ഹോപ്പ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല, ബിക്കോസ് അങ്ങനെ പറയാൻ എനിക്ക് അറിയത്തില്ല. എനിവേസ്, അപ്പൊ എന്താ ഞാൻ ഉദ്ദേശിച്ചത്, സിമ്പിൾ ആയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, 3 പാർട്ടുകളിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. വേറൊരു കാര്യം, നിങ്ങൾ ഈ IELTS-ന്റെ ഡേറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തുവാ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഒരു ദിവസമായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഒരേ ദിവസം തന്നെ നടക്കണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം മുന്നോട്ടോ
അല്ലെ മേ ബി ബിഫോർ ദാറ്റ് എന്നുള്ള രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം ഒരു സെപ്പറേറ്റ് ഇമെയിൽ കിട്ടും. ആ ഇമെയിലിനകത്ത് അവർ പറയും യുവർ IELTS സ്പീക്കിംഗ് ടെസ്റ്റ് ഓൺ ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ വരും. അപ്പൊ അവരാ പറഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റിന് വേണ്ടി പോകും. വിത്ത്, ഞാൻ വേറെ കാര്യങ്ങൾ പറയാൻ മറന്നുപോയി, വിത്ത് അവർ പാസ്പോർട്ട്. എല്ലാവരും എക്സാം എഴുതുമ്പോൾ പാസ്പോർട്ടും കൊണ്ടാണ് പോകേണ്ടത്. അതാണ് നമ്മുടെ ID. ഓക്കെ, അപ്പൊ IELTS എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അവസാനം ടെസ്റ്റിന് പോകുന്ന സമയത്ത് എന്തുവാ പാസ്പോർട്ട് ഇല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരിക്കും ഗൈസ്. അപ്പൊ എല്ലാവരും ഓടിപ്പോയി പാസ്പോർട്ട് എടുക്കണം കേട്ടോ. എനിവേസ്, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിന്റെ ടെസ്റ്റ് പോകാൻ പോകുന്നത്. പിന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നമ്മുടെ 3 പാർട്ടുകൾ. ഓക്കെ, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഞാനല്ല, നിങ്ങളുടെ IELTSന്റെ എക്സാമിനർ ടെസ്റ്റിന് ചെല്ലുമ്പോൾ കുറച്ച് ചോദ്യം. ഓക്കെ, എന്ത് ടൈപ്പ് ചോദ്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. പാർട്ട് 1 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. വേർ ആർ യു ഫ്രം, വാട്ട് ഇസ് യുവർ ഫുൾ നെയിം, ഡു യു വർക്ക് ഓർ സ്റ്റഡി, പിന്നെ ഹൂസ് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി, അതെ വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അറിയത്തില്ലേ? റൈറ്റ്, അറിയത്തില്ലേ ഗൈസ്? തംസ് അപ്പ്. അറിയത്തില്ല? ഓക്കെ ഓക്കെ ഫൈൻ, അറിയാം, കൂൾ. അപ്പൊ നിങ്ങൾ ആ പേര് അങ്ങ് പറയണം. റൈറ്റ്, മൈ നെയിം ഇസ് ഇന്ന ഇന്ന, കൂൾ, അത്രേ പറയാനുള്ളൂ. പാസ്പോർട്ട് ഉള്ള പോലെ ആയിരിക്കും നമ്മൾ ഫുൾ നെയിം പറയുന്നത്. ഓക്കെ, പിന്നെ ഹൂസ് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി എന്ന് ചോദിക്കുവാണേ, മൈ ഫേവറേറ്റ് സെലിബ്രിറ്റി ഈസ് മമ്മൂട്ടി ബിക്കോസ് ഹീസ് എ ഗ്രേറ്റ് ആക്ടർ ആൻഡ് ഐ റിയലി ലൈക്ക് ഹിസ് മൂവീസ്. ഓക്കെ, അങ്ങനെ ഒരു ആൻസർ കൊടുക്കണം. വലിയ വലിയ ചക്ക ആൻസേഴ്സ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആരാണ് ഫേവറേറ്റ് സെലിബ്രിറ്റി, എന്തുകൊണ്ട് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ മമ്മൂട്ടിക്ക് പകരം ഞാൻ മോഹൻലാൽ പറഞ്ഞു എന്ന് വിചാരിച്ചോ, എന്റെ ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ ആണെന്നുള്ള രീതിയിൽ ആൻസർ സ്റ്റിൽ കറക്റ്റ് ആണ്. ഇവിടെ ഒരു റോങ് ആൻസർ എന്ന് പറഞ്ഞതില്ല. ഓക്കെ, ഇപ്പൊ ഫേവറേറ്റ് ഫുഡ് ചോദിക്കുവാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ബിരിയാണിക്ക് പകരം നിങ്ങൾ പൊറോട്ട പറഞ്ഞാലും നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകത്തില്ല. ഓ, അവൻ പൊറോട്ട പറഞ്ഞുകൊണ്ട് അവന്റെ സ്കോർ കുറയ്ക്കാൻ പോകുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല കേട്ടോ. ഓക്കെ, അല്ലെ അവൻ മമ്മൂട്ടി ഫാൻ അതുകൊണ്ട് അവന്റെ സ്കോർ കുറയ്ക്കോ, ആ സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല. നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി. ആദ്യം വരുന്ന സെലിബ്രിറ്റി അങ്ങ് പറയണം, അല്ലാതെ അവിടെ നിന്ന് ദൈവമേ എന്റെ സെലിബ്രിറ്റി ആരാന്നുള്ളതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് തല ഇറങ്ങുന്ന അവസ്ഥയൊന്നും ഉണ്ടാക്കരുത്. ആദ്യം വരുന്ന സെലിബ്രിറ്റി ആണ് എന്റെ ഫേവറേറ്റ് സെലിബ്രിറ്റി എന്നുള്ള രീതി പറയാം. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു തെറ്റ് ആൻസർ പറഞ്ഞാലും അവരത് ഒരു വഴിയില്ല അവർക്ക് അറിയാൻ, അല്ലേ? റൈറ്റ്, അപ്പൊ എന്തുവാ, നിങ്ങൾ അത് ധൈര്യമായിട്ട് അങ്ങ് കള്ളം പറയണം. റൈറ്റ്, അപ്പൊ എന്തുവാ സ്കൂളിൽ എങ്ങനെയായിരുന്നു, വേർ യു ഡു യു ലൈക്ക് മാത്സ് എന്നൊക്കെ ചോദിക്കുവാണ്, അല്ലെ ആർ യു ഗുഡ് അറ്റ് മാത്സ് എന്നൊക്കെ ചോദിക്കുവാണ്, യെസ് ഐ ഹാഡ് ഫസ്റ്റ് റാങ്ക് ഇൻ മാത്സ് എന്ന് വെച്ചൊക്കെ പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ഉടായ്പ വേണേലും അവിടെ പോയി കാണിക്കാം, ആൻസർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാർട്ട് 1 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ടോട്ടൽ ഒരു 5ഓ 6ഓ ചോദ്യങ്ങൾ വരും. ഓക്കെ, ഇതിന് ഇതേപോലെ നിങ്ങൾ എന്തുവാ എന്തെങ്കിലും ഒരു ആൻസർ കൊടുക്കുക. ഓക്കെ, ചോദിച്ചതിന് ഉത്തരം കൊടുക്കണം, അതാണ് മെയിൻ തിങ്. ഓക്കെ, ഫൈൻ. ഇതാണ് നിങ്ങളുടെ പാർട്ട് 1. ലെറ്റ്സ് ലുക്ക് അറ്റ് പാർട്ട് 2. ആദ്യം പാർട്ട് 1 നിങ്ങളോട് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്, അല്ലെ? ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന കുറച്ചും കൂടെ വലിയ ചോദ്യം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്, ഡിസ്ക്രൈബ് അല്ലെ ടോക്ക് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തുവാ, വെൻ ആൻഡ് ഹൗ യു മെറ്റ്, വാട്ട് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഹി ഓർ ഷീ ഹാസ്, പിന്നെ വാട്ട് മേക്സ് യു ലൈക്ക് ഹിം ഓർ ഹെർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ആൻസർ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പീച്ച് ഒന്നും അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഈ ചോദ്യം വായിച്ചതിന് ശേഷം ഈ ചോദ്യത്തിന് ഒരു ലോങ് ഉത്തരവാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്ക് മൊത്തം ഉത്തരം കൊടുക്കുന്ന പോലത്തെ ഒരു ആൻസർ കൊടുക്കണം. ഓക്കെ, അതാണ് നമ്മളെ ഏൽപ്പിക്കുന്ന ടാസ്ക്. ഓക്കെ, ഈ ചോദ്യം അവർ നമുക്ക് തന്നതിന് ശേഷം, ക്യൂ കാർഡ് തന്നതിന് ശേഷം നിങ്ങൾക്ക് 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ തരും. 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം യു ആർ എക്സ്പെക്ടഡ് ടു ടോക്ക് ഫോർ 2 മിനിറ്റ്സ്. 1 to 2 minutes ലോങ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഈ പാർട്ട് 2 നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുവാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് നെയിം ഇസ് അപ്പു. ഓക്കെ, we grew up together. His house was right next to mine. Okay, and we also went to the same school from LKG, from kindergarten itself. Okay, then you can say that he's a very bubbly person. He's also very funny. He always makes my life, my days happier, and I really enjoy his company. When I was in school, he used to always support me, and he was always there for me during difficult time. അങ്ങനെയൊക്കെ നമുക്ക് അപ്പു എന്ന് പറഞ്ഞ ആളെ, ഇപ്പൊ ഞാൻ അപ്പുവിനെ കുറിച്ച് പറഞ്ഞത്, അപ്പുവിനെ പറ്റി നമ്മളങ്ങ് ഭയങ്കര പൊക്കുക. ഓക്കെ, എന്നിട്ട് അപ്പു ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം കേട്ടോ, സ്മാർട്ട് ആണ്. റൈറ്റ്, എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ പറയാ യു റിയലി ലൈക്കും, കാരണം നമ്മളെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ആൻഡ് എന്തുവാ കുറെ വിഷമമുള്ള സമയത്ത് അപ്പു മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ആൻസേഴ്സ് പറയും. ഓക്കെ, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കുന്നുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണല്ലോ ഗൈസ്.
ഓക്കെ. സോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ടാസ്ക് 2-ന് ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, പാർട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കണം, അല്ലെ നിങ്ങളുടെ സ്കോർ കുറയും. ഓക്കെ, പിന്നെ കപ്പൂനെ പൊക്കുക. അത്രയും നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടോട്ടൽ 2 minutes കവർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇതൊരു സാമ്പിൾ മാത്രമാ. ഈ ക്വസ്റ്റ്യൻ അല്ല എല്ലാ ദിവസവും ചോദിക്കുന്നത്. പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പല പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പതിയെ ഡിസ്കസ് ചെയ്ത് പോകും ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പം ഒന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഇങ്ങനെ ക്യൂ കാർഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണം. ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ ഓക്കെ കൂൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് ഡിസ്കഷൻ എന്ന ഇതാണ് നിങ്ങളുടെ IELTS സ്പീക്കിങ്ങിന്റെ IELTS സ്പീക്കിങ്ങിന്റെ ലാസ്റ്റ് പാർട്ട്. ഡിസ്കഷനകത്ത് എന്താ ബേസിക്കലി നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, ക്യൂ കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ക്യൂ കാർഡിനകത്ത് അല്ലെ എന്നാ ചിലപ്പോൾ വേറെ സാധനങ്ങളും ചോദിക്കാം. ഇപ്പൊ ക്യൂ കാർഡിനകത്ത് ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് നിങ്ങളോട് എന്തുവാ ബെസ്റ്റ് ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പൊല്യൂഷനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്, അത് ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിച്ച ക്യൂ കാർഡ് ആയതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഈസ് ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടന്റ്, ഹൗ ഡു പീപ്പിൾ മേക്ക് ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഈസ് ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, യെസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്, വി നീഡ് ഫ്രണ്ട്സ് ഓർ എൽസ് വിൽ ബി ലോൺലി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരു ആൻസർ കൊടുക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ആൻസർ കൊടുക്കുമ്പോൾ ഒരു 3 to 4 സെന്റൻസസ് വരുന്ന പോലത്തെ ആൻസേഴ്സ് വേണം നിങ്ങൾ കൊടുക്കാൻ. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെയും ഒരു റോങ് ആൻസർ ഇല്ല. ഓക്കെ, അപ്പൊ ഹൗ കെൻ വി മേക്ക് ഫ്രണ്ട്സ് നൗ എന്ന് ചോദിച്ചാൽ യു കെൻ സേ ദാറ്റ് വി കെൻ മേക്ക് ഫ്രണ്ട്സ് ഓൺ സോഷ്യൽ മീഡിയ. Okay, we can make an account on social media sites like Instagram and follow people who have similar interests like us എന്ന് പറയാം. Okay, or who are similar to us എന്ന് പറയാം. അല്ലേ, we can also make friends at school or when we go to colleges. Okay, and that is also a good place to go find friends അല്ലെ make friends എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഓക്കെ, സോ ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ ആൻസേഴ്സ് കൊടുക്കാൻ. നിങ്ങളുടെ ഒപ്പീനിയനിൽ എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എന്നുള്ളത് അങ്ങ് തുറന്നു പറയാം. അത്രേ ഉള്ളൂ ടാസ്ക് അല്ല പാർട്ട് 3യുടെ ഡിസ്കഷന്റെ ചോദ്യങ്ങൾ. ഇവിടെയും ഒരു 4 അല്ലെ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെല്ലാം നിങ്ങൾ ഒരു കുറച്ചും കൂടെ ലോങ്ങർ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഇത്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ IELTS സ്പീക്കിംഗ് ടെസ്റ്റും തീർന്നു, റൈറ്റിംഗും ലിസണിങ്ങും റീഡിങ്ങും കഴിഞ്ഞു. മനസ്സിലായോ? ഫുൾ ടെസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇനി എന്തോ വേണ്ടേ? ഓക്കെ വാ. അപ്പൊ ഐ എം ഹോപ്പിംഗ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. ആൻഡ് കുറച്ച് ഡൗട്ടുകൾ കാണും. നമ്മൾ ഒരു ലിങ്ക് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യാം. നമുക്കത് എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്യാം, ഒരു ക്വിസ് പോലെ. ഓക്കെ, അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ QR കോഡ് വേണം നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ക്വിസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്വിസിന് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇപ്പൊ ചാറ്റിൽ വന്നിട്ടുണ്ട്. ട്രൈ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്തുവാ ക്വിസ് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ക്വിസിന്റെ ഓപ്പൺ ചെയ്യാമോ? ഓക്കെ, ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താ പതിയെ അങ്ങ് തുടങ്ങാണ്. Okay guys, what is the maximum score you can get in IELTS? IELTS നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ പറ്റുന്ന സ്കോർ എത്രയാണ്? ചിരിയൊക്കെ വരുന്നില്ല ക്വസ്റ്റ്യൻ കണ്ടിട്ട്. ഓക്കെ, ബാൻഡ് 9. ഓസം, അതാണ് റൈറ്റ് ആൻസർ. ബാൻഡ് 10 അല്ല ഗൈസ്, 10 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 9 ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സാധനം. 8.5-ന് മുമ്പുള്ള സ്കോറാണ് 8 എന്ന് പറഞ്ഞ സ്കോർ. അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോർ അല്ല. ഓക്കെ, അപ്പൊ 9 ഇട്ടവർക്ക് എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഗുഡ് ജോബ് ഗൈസ്. സാരമില്ല, ഇത് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ഒന്ന് നമുക്ക് ശരിയാക്കാവേ. Second question, is there negative marking in IELTS?
IELTS നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? നല്ലപോലെ ആലോചിക്കണേ. ഓക്കെ, ഇല്ല. ദാറ്റ്സ് റൈറ്റ്. നെഗറ്റീവ് മാർക്കിംഗ് IELTS ഇല്ല. യെസ് എന്ന് പറഞ്ഞവര് ഗൈസ് ഡോണ്ട് വറി, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ജെയ്മെയിൻ ഒന്നും അല്ല, എൻട്രൻസ് ടെസ്റ്റ് അല്ലല്ലോ, റൈറ്റ്? സോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. തെറ്റിയാലും നത്തിങ് വിൽ ഹാപ്പൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്ത് ഐഡിയ ആണ് നിങ്ങൾ ടെസ്റ്റിന് മുമ്പ് ക്യാരി ചെയ്യേണ്ടത്? റേഷൻ കാർഡാന്ന് തോന്നല്ലേ? പാസ്പോർട്ട്. ഗുഡ് ജോബ്. പാസ്പോർട്ട് ആണ് കൊണ്ടുപോകുന്നത്. ആരും കോളേജ് ID കൊണ്ടൊന്നും പോകരുത്, അവർ ഇറക്കി വിടുത്തേ ഉള്ളൂ ഗൈസ്. ഓക്കെ, സോ എല്ലാവരും പാസ്പോർട്ട് ഇല്ലാത്തവർ പാസ്പോർട്ട് ഉണ്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many questions are there in listening and reading modules? ലിസണിങ്ങും റീഡിങ്ങും എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്? That's right. 40 questions ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 30 അല്ല ഗൈസ്, 20 അല്ല. But don't worry, 50 ഒട്ടുമേ അല്ല. ഡോണ്ട് വറി, അത് ഭയങ്കര കൂടുതൽ നമ്പർ. 50 അല്ല, 40 ആണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഏത് IELTS മോഡ്യൂളിനാണ് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്? വിച്ച് മോഡ്യൂൾ ഹാസ് ദി ഹയസ്റ്റ് വെയിറ്റേജ് ഇൻ IELTS? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്? റൈറ്റിംഗ്? നോ ഗൈസ്, ഒരു സാധനത്തിന് ഹയസ്റ്റ് വെയിറ്റേജ് ഇല്ല, എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിനു ശേഷം എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടും. ഈ സ്കോർ കിട്ടിയതിന്റെ ആവറേജ് എടുക്കും അവര്, അതാണ് നിങ്ങളുടെ ഓവറോൾ സ്കോർ ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ്, ഒന്നിനും കൂടുതൽ വെയിറ്റേജ് വരുന്നില്ല കേട്ടോ. അപ്പൊ എന്തിനേലും നമുക്ക് ഭയങ്കര ലിസണിങ് അല്ലെ റൈറ്റിംഗ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് ആ, സ്പീക്കിംഗ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേടി മാത്രമാ. ഓക്കെ, IDP അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, എന്നാ നമുക്ക് നെക്സ്റ്റ് സാധനത്തിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how long is your writing task 1 academic? ടാസ്ക് 1 എത്ര മിനിറ്റ്സ് ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്? എത്ര മിനിറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്യേണ്ടത്? 20 minutes. യെസ്, ദാറ്റ്സ് റൈറ്റ്. 30 അല്ല, 40 minutes നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ടാസ്ക് 2 ഓക്കെ, ആൻഡ് ഓൾസോ 1 hour ഫുൾ ടെസ്റ്റിന്റെ ടൈം. ഓക്കെ, ഫുൾ ടെസ്റ്റിന് നിങ്ങൾ 1 hour സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങളുടെ 7th ക്വസ്റ്റ്യൻ അല്ലെ? 7th ക്വസ്റ്റ്യൻ ആണ്. കരയുന്ന ആൾക്കാരൊന്നും വിഷമിക്കേണ്ട ഗൈസ്, എല്ലാം ശരിയാവും. ഫസ്റ്റ് ഡേ അല്ലേ, തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, 6.5 അക്കാഡമിക് റീഡിങ്ങിന് കിട്ടാൻ എത്രയാണ് സ്കോർ വേണ്ടത്? എത്രയാ സ്കോർ വേണ്ടത്? 27. ഓക്കെ, നല്ല മെമ്മറിയാണ്. 27 ഓർത്ത് വെച്ച ആൾക്കാർ ഗുഡ് ജോബ്. ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 32 പറഞ്ഞവര് ഡോണ്ട് വറി, ജനറലുകാർക്കാണ് കുറച്ചും കൂടെ ഹയർ സ്കോർ വേണ്ടത്. ഓക്കെ, അപ്പം 32 വേണ്ടത് ജനറലുകാരാ. ഓക്കെ, അപ്പൊ അക്കാഡമിക്കിന് 27 മതി. ബാക്കി 24 അല്ല, 29 അല്ല. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. എന്നാ ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള IELTSന്റെ മോഡ്യൂൾ ഏതാണ്? ഏറ്റവും ഷോർട്ടസ്റ്റ് ടെസ്റ്റ്. സ്പീക്കിംഗ്. ഗുഡ് ജോബ്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സാധനം 20 minutes മാത്രമേ ഉള്ളൂ. കുഞ്ഞ് ടെസ്റ്റ്, നമ്മൾ കണ്ടടിച്ച് തുറക്കുമ്പോഴത്തേക്ക് അതങ്ങ് പെട്ടെന്ന് അങ്ങ് തീരും. ഓക്കെ, പിന്നെ
റൈറ്റിംഗ് അല്ല 1 hour, ലിസണിങ് 30 minutes ആണ്. പിന്നെ നിങ്ങൾക്ക് 10 minutes എക്സ്ട്രാ ആൻസർ ചെക്ക് ചെയ്യാൻ കിട്ടും. റീഡിംഗ് ഒട്ടുമേ അല്ല, അതും 1 hour ടെസ്റ്റ്. ഓക്കെ, സോ ഗുഡ് ജോബ് വിത്ത് ദാറ്റ് ഗൈസ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയി, can you replay the audio on your listening test? Listening testന് പോയിട്ട് നിങ്ങൾക്ക് ഓഡിയോ റീപ്ലേ ചെയ്യാൻ പറ്റുമോ? നോ, നിങ്ങൾക്ക് റീപ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ലൈഫ് അത്ര ഈസി അല്ലല്ലോ ഗൈസ്, നമ്മുടെ സന്തോഷം അല്ലല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് റീപ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ ടൈം തന്നെ നിങ്ങൾ അത് കേൾക്കുമ്പോൾ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ ഇവൻ ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഹാർഡ്, ഡോണ്ട് വറി, പതിയെ പതിയെ പ്രാക്ടീസ് വെച്ച് വരുന്നതേ ഉള്ളൂ. പേഷ്യൻസ് ഇസ് കീ. ഓക്കെ, ഫൈൻ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം ആരാണ് ഏറ്റവും തകർത്തതെന്നുള്ളത് നമുക്ക് നോക്കാമേ. ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ തകർത്തത്? വാവ്, അർജുൻ അനിൽ കുമാർ തകർത്തു ബ്രോ. ഓക്കെ, ഇതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റേറ്റസ് ഒക്കെ ഇടോ കേട്ടോ. എന്നിട്ട് റാങ്ക് 1 കിട്ടി, റാങ്ക് 2 കിട്ടി എന്നൊക്കെ പറഞ്ഞു. Cool. Okay, great. അപ്പം that's our quiz. Let's move back എന്നാ. Good job everyone. Thank you for participating. Okay. Next നമുക്ക് Q&A ലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ പോസ്റ്റ് ചെയ്ത ലിങ്കിലേക്ക് ഇപ്പം കമന്റ്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് ടുഗദർ. I'll give you some time. നിങ്ങൾ എന്തോ പതിയെ പതിയെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തോ, എന്നിട്ട് we'll look at it. ഓക്കെ, സോ തുടങ്ങിയാലോ ഗൈസ് പതിയെ? ഐ എം ഗെസ്സിങ് എന്റെ സ്ക്രീൻ വിസിബിൾ ആണ്. ഓക്കെ, ബാ. കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റിനകത്ത് സ്പെൽ ചെക്ക് ഓട്ടോമാറ്റിക് ഉണ്ടോ? ഇല്ല, അവർ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യത്തില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആയതുകൊണ്ട് സ്പെല്ലിംഗ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം അല്ലേ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓട്ടോ കറക്റ്റ് വെച്ചേക്കുന്നൊക്കെ അവർ റിമൂവ് ചെയ്യും. ഓക്കെ, ബട്ട് കോപ്പി പേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കോപ്പിയും പേസ്റ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ദെൻ എന്തുവാ, നിങ്ങൾക്ക് സ്പെല്ലിംഗ് ചെക്ക് ചെയ്ത് തരത്തില്ല, അത് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പൊ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ ഫോർ യു. പിന്നെ മാം ഇംഗ്ലീഷ് ഫ്ലുവന്റ് അല്ലെങ്കിൽ IELTS എഴുതി എടുക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, മലയാളം നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നില്ലേ, റൈറ്റ്? ഇതൊരു ലാംഗ്വേജ്, അതേപോലെ വേറൊരു ലാംഗ്വേജ് ആണ് ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം അല്ലേ. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജ് വെച്ച് നോക്കുവാണെങ്കിൽ അത്ര കട്ടിയുള്ള ഒരു സാധനം അല്ല ഇംഗ്ലീഷ്. ഓക്കെ, അത്ര കോംപ്ലക്സും അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തുവാ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ കോൺസ്റ്റന്റ്ലി നോക്കണം. ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ നോക്കണം. ഓക്കെ, എന്തെങ്കിലും ഒക്കെ ഡോക്യുമെന്ററീസും മൂവീസും ഇങ്ങനെയൊക്കെ കണ്ട് നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുവാണേ. ഓക്കെ, പതിയെ പതിയെ നിങ്ങൾക്കും ഫ്ലുവന്റ് പറ്റും. ഓക്കെ, പിന്നെ ഇപ്പൊ സായിപ്പിനോട് ഒന്ന് മലയാളത്തിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരും കുറച്ച് വെള്ളം കുടിക്കത്തില്ല നല്ലപോലെ, റൈറ്റ്? ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളൊട്ടും കുറവൊന്നുമല്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പതിയെ പതിയെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് ഫ്ലുവന്റ് ആകാൻ പറ്റും. ഓക്കെ, പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പതിയെ പതിയെ സംസാരിക്കാനും നോക്കുക. ഓക്കെ, സോ പതിയെ ഫ്ലുവന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് IELTS എഴുതാൻ പറ്റും. ഓക്കെ, ഐ ഗെസ് ദാറ്റ്സ് ക്ലിയർ. ഇംഗ്ലീഷ് ഗ്രാമർ അറിയാതെ IELTS ബാധിക്കും. യെസ്, ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ഗ്രാമർ അല്ലാതെ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല, റൈറ്റ്? അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നടന്ന കാര്യമാണോ പറയുന്നത് അതോ പണ്ട് നടന്ന കാര്യമാണോ പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആണെങ്കിൽ ഗ്രാമർ കറക്റ്റ് ആണല്ലേ മീനിങ് മനസ്സിലാവത്തുള്ളൂ, റൈറ്റ്? അപ്പൊ ഗ്രാമറും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും നിങ്ങൾ എന്ത് ടൈപ്പ് മിസ്റ്റേക്സ് ആണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ടെൻസസ് ആണ് തെറ്റിപ്പോകുന്നത്, പാസ്റ്റ് ടെൻസ് തെറ്റുന്നു, പ്രസന്റ് ടെൻസ് തെറ്റുന്നു, അങ്ങനെയൊക്കെയാണ്. അല്ലെ എനിക്ക് ഏത് വേർഡ്സ് ആ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, എന്ത് ടൈപ്പ് മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് പതിയെ പതിയെ നിങ്ങൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അല്ലെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് നിങ്ങൾ എന്തുവാ നിങ്ങൾ ആ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറയും. ഓക്കെ,
മനസ്സിലായോ ഗൈസ്? ഓക്കെ, ഗ്രേറ്റ്. ഒറ്റ സെക്കൻഡ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിൽ ആയ ഇപ്പൊ അത് മാത്രം റിപ്പീറ്റ് അയക്കാൻ പറ്റിയോ? ഇല്ല, നമുക്ക് IELTS ഫെയിൽ ആവത്തില്ല. IELTS നോ ഫെയിലിംഗ്. നമുക്ക് ഇൻ കേസ് വേണ്ട സ്കോർ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ഓക്കെ, ഒരു ടെസ്റ്റ് നമ്മൾ IELTS സ്പീക്കിങ്ങിന് സ്കോർ കുറഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണ്, ഡോണ്ട് വറി. വാട്ട് യു കെൻ ഡു ഇസ് ലൈക്ക്, ഡോണ്ട് വറി അല്ല, കുറച്ച് ഐ നോ ഇറ്റ്സ് സാഡ്, ഓക്കെ, നിങ്ങൾ ഫുൾ ടെസ്റ്റ് എഴുതേണ്ടി വരും. ഓക്കെ, ഡോണ്ട് വറി അല്ല, അത് ആക്ച്വലി പ്രിറ്റി സാഡ് ആണ്. ഫുൾ ടെസ്റ്റ് ഒന്നുകൂടെ എഴുതേണ്ടി വരും. ഒരു ടെസ്റ്റ് ആയിട്ട് മാത്രം റീ അറ്റംപ്റ്റ് ചെയ്യാൻ ഇപ്പം അവര് അലൗ ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയയിൽ അവരത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നാട്ടിലേക്ക് ഇതുവരെ അത് എത്തിയിട്ടില്ല. ഓക്കെ, ആൻഡ് അവർ ഇപ്പൊ എത്തും, നാളെ എത്തും എന്നൊക്കെ പറഞ്ഞ് കുറെ ദിവസമായിട്ട് പറയാം. പക്ഷെ നിങ്ങൾ അതിനെ ഹോപ്പ് ചെയ്തിരിക്കേണ്ട. ഒഫീഷ്യലി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ആസ് എ റൈറ്റ് നൗ, ഇന്നത്തേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അവര് എന്തുവാ ഒരു വൺ സ്കിൽ റീടേക്ക് എന്ന് പറഞ്ഞ സാധനത്തിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മൊത്തം ടെസ്റ്റ് ഫുൾ ഫീ കൊടുത്ത് നിങ്ങൾ എഴുതേണ്ടി വരും. മനസ്സിലായോ ഗൈസ്? ക്ലിയറായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. എന്നാ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് വാട്ട് വി കൻ ഡു ഇസ്, നിങ്ങളെ പോലെ തന്നെ IELTS ക്ലിയർ ചെയ്യാൻ നോക്കുന്ന പല പല ആൾക്കാർ നിങ്ങളുടെ ചുറ്റും കാണും അല്ലെ? അവരുടെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം നോക്കുക. പിന്നെ വീട്ടിലെ അമ്മയോ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഐ നോ അവരുടെ അടുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഈസി അല്ലാന്ന്, പക്ഷെ പുറത്ത് പോകാൻ വേണ്ടി നമ്മുടെ ഒരു അവസ്ഥ എങ്ങനെയായിപ്പോയി. അപ്പൊ അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവരോട് ഓരോ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ പറയണം. ഓക്കെ, എന്നിട്ട് അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആ ലാംഗ്വേജ് ഉപയോഗിക്കാതെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നതും വിൽ ബി ഗുഡ് ഫോർ യു. ഓക്കെ, അപ്പൊ ഓരോ ആൾക്കാർ സംസാരിക്കുന്ന ഇപ്പൊ ഇംഗ്ലീഷിലുള്ള യൂട്യൂബ് ചാനൽസ് അല്ലെ എന്തെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ സംസാരിക്കുന്നോ എന്തെങ്കിലും പോഡ്കാസ്റ്റുകളോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കുവാണെ പതിയെ പതിയെ നിങ്ങൾക്ക് എന്തുവാ നിങ്ങൾക്കും അവർ പറയുന്ന ഓരോ സെന്റൻസസ് എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ പറയാൻ പറ്റും എന്നുള്ള പല പല രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ്? അപ്പം അങ്ങനെ നിങ്ങൾക്കും കുറച്ച് നല്ലപോലെ സംസാരിക്കാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കൊണ്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, അല്ലെ കുഞ്ഞു കുഞ്ഞു സെന്റൻസസിലായിരിക്കും നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ബട്ട് ദാറ്റ്സ് ഫൈൻ. ഓക്കെ, സിമ്പിളിലേക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രം കാണിച്ചാൽ മതി, എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ കുറച്ച് വിഷമമാകും, ബട്ട് ദെൻ ആ വിഷമത്തിൽ നിന്ന് മാത്രം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അമ്മേനെയും അനിയനെ ചേച്ചീനെ ചേട്ടനെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ IELTS ഫീ ആരോ ചോദിച്ചിട്ടുണ്ട് അല്ലെ, 16,250 ആണ് IELTS ഫീ. അതാരായിരുന്നു ചോദിച്ചത്? ഞാൻ ആൻസർ ചെയ്തില്ലായിരുന്നു അല്ലെ. IELTS ഫീ 16,250 ആണ്. കഴിഞ്ഞ മാസം വരെ ഇറ്റ് വാസ് 15,500, പക്ഷെ അവർ കൂട്ടി. ഓക്കെ, പിന്നെ വേറെന്താണ്? അപ്പൊ അത് ആൻസർ ആയി. പിന്നെ കമ്പ്യൂട്ടർ പെൻ ആൻഡ് പേപ്പർ വിച്ച് ഈസ് ബെറ്റർ? ദാറ്റ് ഡിപ്പെൻസ്. കമ്പ്യൂട്ടർ ആണോ പെൻ ആൻഡ് പേപ്പർ ആണോ ബെറ്റർ എന്നുള്ളത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അഫ്കോഴ്സ് കമ്പ്യൂട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നല്ല ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു കമ്പ്യൂട്ടർ, ബിക്കോസ് നല്ല വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എന്റെ, അതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടർ ഡെലിവേർഡ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ റിസൾട്ടും പെട്ടെന്ന് വേണേൽ കമ്പ്യൂട്ടർ ഡെലിവേർഡ് നല്ലതായിരിക്കും. ബട്ട് ദെൻ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, ഉപയോഗിക്കാൻ അറിയത്തില്ല, അങ്ങനത്തെ ഒക്കെ ഓരോ ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് അത്രയും. പിന്നെ കമ്പ്യൂട്ടർ ഡെലിവേർഡ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ കുറെ സൈറ്റുകൾ ഉണ്ട് നെറ്റിൽ. അപ്പൊ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എല്ലാത്തിനും ഡിഫിക്കൽട്ടി ചെയ്യുക. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. IELTS പല മോഡ്യൂൾസ് ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഏത് ടൈപ്പ് ടെസ്റ്റ് ആണ് നല്ലതെന്നുള്ള ആലോചിച്ചാൽ മതി. എന്തെഴുതിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ബട്ട് ഐ ഹാഡ് എ ഗുഡ് എക്സ്പീരിയൻസ് കമ്പ്യൂട്ടർ ഡെലിവേർഡ് എഴുതിയിട്ട്. എനിവേസ്, റീടെസ്റ്റ് എത്ര നാൾ കഴിഞ്ഞാണ്? എപ്പോ വേണേലും നമുക്ക് എഴുതാം. ഇപ്പൊ ഇന്ന് എക്സാം കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് ഫോളോ ആയെന്ന് വിചാരിച്ചു, ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഡേറ്റ് എടുക്കാം. ദർ നോ പ്രോബ്ലം. ഇത്ര പീരിയഡ് ഉണ്ട് അങ്ങനെയൊന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദേ ജസ്റ്റ് വാണ്ട് അവർ മണി. അപ്പൊ നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്, അവരെപ്പോ വേണേലും നമ്മുടെ ടെസ്റ്റ് എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോർ കിട്ടിയില്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നല്ലത്. ഓക്കെ, അപ്പൊ തന്നെ ഓടിച്ചാടി എഴുതാതെ പിന്നെ എവിടെയാണ് കുറഞ്ഞു പോയത്, എങ്ങനെയാണ് കുറഞ്ഞതെന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ.
എന്താ IELTS എന്തെങ്കിലും ഒരു പാട്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നടാ. മൊത്തം റീടേക്ക് ചെയ്യണേ. അപ്പൊ അക്കാഡമിക് ജനറല് ഏതാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അക്കാഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നവർ എഴുതുന്ന ടെസ്റ്റ് ആണ്. ആൻഡ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പോകുന്നവർ എഴുതുന്ന ടെസ്റ്റ്. ഓക്കെ, ഇതിൽ ഡിഫറൻസ് വരുന്നത് റീഡിങ്ങിലും റൈറ്റിങ്ങിലും ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, സോ നിങ്ങളപ്പോ പുറത്ത് ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ ആയിരിക്കും മിക്ക സമയം എഴുതാൻ പോകുന്നത്. അൺലെസ് നിങ്ങൾക്ക് ചില നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ പറയാൻ നിങ്ങളോട് അക്കാഡമിക് തന്നെ എഴുതണമെന്ന്. അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ അക്കാഡമിക് എഴുതും. ഓക്കെ, സോ അതാണ് മെയിൻലി അക്കാഡമിക്കും ജനറലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, I guess that is clear. I hope that's clear. Clear ആണ് എല്ലാവരും? thumbs up അയക്കും. ഓക്കെ, IELTS-ന് വാലിഡിറ്റി ഉണ്ടോ? യെസ്, IELTS-ന് വാലിഡിറ്റി ഉണ്ട്. 2 years ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ അപ്ലൈ ചെയ്യാനാണ് ഒന്നുകൂടെ റീടേക്ക് ചെയ്യേണ്ടി വരും. അതാണ് IELTS-ന്റെ ടെസ്റ്റിന്റെ ഒരു അവസ്ഥ. ഓക്കെ, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് സീൻ ഉണ്ടോ? ഭയങ്കര ഹാർഡാണ് റീഡ് ചെയ്യാനെങ്കിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എഴുതിയത് അവർക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പം റീഡിംഗിൽ ലിസണിങ്ങിന്റെ ഒക്കെ ആൻസേഴ്സ് വേണം നിങ്ങൾക്ക് ബ്ലോക്ക് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കാം. അങ്ങനെ എഴുതുവാണെ നിങ്ങൾക്ക് എന്തുവാ ഹാൻഡ് റൈറ്റിംഗ് കാരണമുള്ള പ്രശ്നം വരത്തില്ല. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്, നിങ്ങൾ അത് ക്യാപ്സ് ലെറ്റേഴ്സിൽ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ വേറെ എന്താ? IELTS-ന്റെ വാലിഡിറ്റി പറഞ്ഞു, ഹാൻഡ് റൈറ്റിംഗ് സീൻ അതും പറഞ്ഞു. IELTS വൺസ് കിട്ടാതിരുന്ന പൈസ നഷ്ടമാവോ? യെസ്, നമ്മൾ കൊടുത്ത പൈസ റീഫണ്ട് ഒന്നും അവർ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ പിന്നെ എഴുതുമ്പോൾ പിന്നെ ആ ഫുൾ ഫീ അടച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, സോ പൈസ നഷ്ടമാവൂടാ. യാ, അപ്പൊ നമ്മൾ essay ഒക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇഷ്യൂ ആണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇഷ്യൂ ആണ് ഓഫ് കോഴ്സ്. ബിക്കോസ് സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആയതുകൊണ്ട് സ്പെല്ലിംഗ് തെറ്റിയത് അവർ മാർക്ക് ചെയ്യും. പക്ഷെ കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല. മനഃപൂർവ്വം നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കരുത്. പക്ഷെ എങ്ങാണ് പറ്റിപ്പോയാലും ജീവിതം തീർന്നു എന്നുള്ളൊരു അവസ്ഥയല്ല. ഓക്കെ, ബട്ട് ദെൻ സ്പെല്ലിങ്സ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മാക്സിമം കറക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കണം. ഓക്കെ, പിന്നെ ഓക്കെ, ടോട്ടൽ ടൈം നിങ്ങൾക്ക് ഫുൾ ടെസ്റ്റിന് എടുക്കുന്ന ടൈമിങ് ഒരു എത്രയാ? 1 hour ഓഫ് റൈറ്റിംഗ്, 1 hour ഓഫ് റീഡിംഗ് ഉണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ 30 minutes, ഓൾമോസ്റ്റ് 4 hours ആണ് നിങ്ങളുടെ ടെസ്റ്റ്. ഓക്കെ, 4 hours-ന്റെ ടെസ്റ്റാ. ഇതെല്ലാം ഒരു ദിവസം ആയിരിക്കത്തില്ല. സ്പീക്കിംഗ് മിക്കവാറും വേറൊരു ദിവസമായിരിക്കും കേട്ടോ. അപ്പൊ ബേസിക്കലി ഇന്നത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഐ നോ യു ഗൈസ് ഹാവ് മോർ ക്വസ്റ്റ്യൻസ്, ബട്ട് ദെൻ വരും ക്ലാസ്സുകൾ നമ്മൾ കുറച്ചും കൂടെ ഇതിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. റൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാ ഡൗട്ടും ഇന്ന് തന്നെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വരും ദിവസങ്ങൾ നമുക്കൊന്നും കാണത്തില്ലല്ലോ ഗൈസ് പറയാൻ, ഇല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാം ചോദിച്ച് ഇന്ന് തന്നെ തീർക്കണം. നമുക്ക് പതിയെ അങ്ങ് ചോദിക്കാം കേട്ടോ. ഓക്കെ, സോ ഐ ഹോപ്പ് ഞാൻ ഇന്ന് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന്. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിലും വരും ക്ലാസ്സുകൾ നമ്മുടെ ബാക്കി ട്രെയിനേഴ്സും ഉണ്ട്, ഞാനും എന്റെ ടീമും ഒരുമിച്ച് നിങ്ങൾക്ക് മാക്സിമം IELTS-ന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി തരാൻ നോക്കും. പിന്നെ നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആയിരിക്കണം. നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ ലാംഗ്വേജ് അല്ലെ നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലാത്തൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും താർക്കാൻ പറ്റും. ഓക്കെ, യു കെൻ ഡു ദിസ്. ഓക്കെ, എഫേർട്ട് ഇടാൻ മാത്രം റെഡി ആയാൽ മതി. ഓക്കെ, സോ ഇന്നുകൊണ്ട് നിങ്ങളുടെ IELTS ജേർണി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഓക്കെ, സോ good luck for everyone. That's all for today. I'll see you tomorrow. Bye bye. Bye guys. Good night.